വെൽക്കം ടു രുചി ബൈ ബിൻസു. പനീർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, സ്പെഷ്യലായിട്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കായി. നമുക്ക് സവാള ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള എല്ലാം റെഡിഷ് ആയിട്ട് വരുവാണെങ്കിൽ ആ സമയത്തോട്ട് നമുക്ക് കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്, കിസ്മിസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ആയി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കോരി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അല്പം കൂടെ നെയ്യ്, ഒരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് പരുവായിട്ടുണ്ട്. നമുക്ക് ഈ ക്യാരറ്റ് ക്രഷ് ചെയ്ത് വെച്ചത്, ഞാനൊരു 3 ക്യാരറ്റാട്ടോ എടുത്തേ. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ അങ്ങ് എടുത്താൽ മതി. ഞാൻ എല്ലാത്തിൻ്റെയും അങ്ങനെ എണ്ണ ഒന്നും പറഞ്ഞില്ല. നമുക്കൊരു ഉദ്ദേശം, നമ്മൾ എടുക്കുന്ന അരി പനീർ കണക്കാക്കി. നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം മല്ലിയും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പനീർ ബിരിയാണിയെ ഹൈലൈറ്റ് ആക്കുന്ന നമ്മുടെ മന്തി മസാല ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ്. ആ മന്തി മസാല നമുക്കൊരു 2 ടീസ്പൂൺ നിറയെ. ഇനി നമുക്ക് നമ്മുടെ ഇത് കൈമ റൈസാണ്, ഇത് ഇട്ട് കൊടുക്കാം. ജീര റൈസാണ് ഇത്. ഞാനൊരു 3 കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ഈ പാത്രത്തിൽ ഏകദേശം 3/4 പാത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ആ 1.5 പാത്രം വെള്ളം ഒന്ന് ഒഴിക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കണം ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഉപ്പ് മുന്നിൽ നിൽക്കണം. ഇളക്കി കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒട്ടും മസാലകളില്ല, കൊച്ചു കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഫുഡാണിത്. അപ്പോൾ നമുക്ക് നോക്കാം വെന്തതിന് ശേഷം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷിങ് ചെയ്യാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച കിസ്മിസ്, കാഷ്യൂ ഒക്കെയാണ്, സവാളയും. അതിട്ട് നമുക്കിതൊന്നിങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് റൈസ് എടുക്കാം. നല്ല പട്ട് പോലെ ഇരിക്കുക റൈസ്. നമ്മുടെ കറക്റ്റ് വെള്ളത്തിന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നല്ല പട്ട് പോലെ ഇരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ 2 കുട്ടിപ്പപ്പടവും കുറച്ച് നാരങ്ങ, നെല്ലിക്കയുടെ അച്ചാറും കൂട്ടിയാണ് കഴിക്കുന്നത്. നല്ല സൂപ്പറാണ്.